നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ഇലക്ഷൻ സ്റ്റണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ഏശില്ല എന്നും ചില പ്രദേശങ്ങളിൽ ചെന്നാൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രതികരണം എന്നത് കാത്തിരുന്ന് കണ്ടോളൂ എന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താക്കീത് രൂപത്തിൽ നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ പരിപൂർണമായി അവർ എതിർക്കുകയും ചെയ്തു. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബി.ജെ.പിയുടെ കളിപ്പാവയാണ്. എന്നാൽ അത് മാത്രം കൊണ്ട് പശ്ചിമ ബംഗാളിലെ ഭരണം മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യിലിരുന്നപ്പോൾ പല സംസ്ഥാനങ്ങളും നിങ്ങൾ അധികാരം മാറ്റിയെടുത്തു. ബീഹാർ അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ജനവിരുദ്ധ രീതിയിലേക്ക്, അതായത് ജനഹിതമല്ല നടപ്പിലാക്കിയതെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുമെന്നും മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിൽ ഇതിനോടകം തന്നെ SIR ഫോം പൂരിപ്പിക്കാൻ കൊടുത്തതിൽ തിരിച്ച് റിട്ടേണായി വന്ന 2 കോടിയിൽ പരം ഫോമുകൾ അത് കള്ളവോട്ടുകളുമായി ബന്ധപ്പെട്ട് പലർക്കും പൂരിപ്പിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് എന്ന BJP നേതാക്കളുടെ പ്രഖ്യാപനത്തോട് മറുപടി പറയുകയായിരുന്നു മമത. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ശൈലിയാണ് ബംഗാൾ അവലംബിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 4-3-7 സീറ്റ് കിട്ടി എന്ന് കരുതിക്കൊണ്ട് അഹങ്കരിക്കുകയും നെകളിക്കുകയും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ല. കേവലം 50 സീറ്റ് പോലും തികച്ചൊപ്പിക്കാൻ അവർക്ക് ഇത്തവണ കഴിയില്ല. കഴിഞ്ഞ തവണത്തതുപോലെയല്ല, ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സുവേദു അധികാരിയുടെ ഗുണ്ടായിസവും രാഷ്ട്രീയവുമൊന്നും ഇനി ചെലവാവുകയില്ല. നമുക്കറിയാം, മമതാ ബാനർജി കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ തന്നെ മത്സരിച്ചത് എന്തുകൊണ്ടായിരുന്നു? അവരുടെ സേഫ് സോണായ ഭവാനിപ്പൂരിൽ നിൽക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അവർ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി അവിടെ മത്സരിച്ചത്. എന്തുകൊണ്ടാണ് നന്ദിഗ്രാമിൽ സുവേദുവായി ശക്തമായ മത്സരം നടത്തിയത്? കാരണം നന്ദിഗ്രാം ഉൾപ്പെടുന്ന നോർത്ത് പർഗനാസ് ജില്ലയിൽ വലിയ തോതിലുള്ള BJPയുടെ അതിപ്രസരമുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മമത അവിടേക്ക് ചെന്നത്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയും തൊട്ടടുത്തുള്ള പല സീറ്റുകളും അങ്ങനെ BJP നേതാക്കളിൽ നിന്നും കൈവിട്ടു പോവുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപടി ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. നന്ദിഗ്രാമിൽ ചെറിയ ഭൂരിപക്ഷത്തിന് മമതയ്ക്ക് ആ സീറ്റ് കൈവിട്ടു പോയെങ്കിലും 215 സീറ്റുമായി 4-3 ഭൂരിപക്ഷവുമായാണ് ബംഗാളിൽ മമത വീണ്ടും അധികാരം ഉറപ്പിച്ചത്. ഇക്കുറിയും കണക്കുകൾ തെറ്റില്ല എന്നും ഗുജറാത്ത് മോഡൽ രാഷ്ട്രീയം ബംഗാളിൽ ഇറക്കിയാൽ ചീട്ട് കീറുമെന്നും ഓർമ്മിപ്പിക്കുകയാണ് മമതയുടെ ലക്ഷ്യം. നമുക്കറിയാം, പല ഗവർണർമാർ BJPക്ക് വേണ്ടി പല രീതികൾ അവിടെ അവലംബിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാക്ഷാൽ ജഗദീപ് ധൻഖർ അടക്കം, ആനന്ദ് ബോസ് അടക്കം പലരും. എന്നിട്ടും മമതയുടെ തട്ട് താണു തന്നെ ഇരിക്കുന്നത് ജനങ്ങളിലുള്ള അർപ്പണബോധം കൊണ്ട് തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പല നേതാക്കളും തൃണമൂൽ വിട്ട് പോയിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ അതൊക്കെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. മുകുൾ റോയ് അങ്ങനെ ഒരിക്കൽ BJPയിലേക്ക് പോയി തിരിച്ചു വന്ന വ്യക്തിയാണ്. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. സീറ്റ് കിട്ടാത്തവർ, ടിക്കറ്റ് കിട്ടാത്തവർ ഒക്കെ പിണക്കം കൊണ്ട് താൽക്കാലികമായി പോകും. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും അതിലേക്ക് എത്തുന്നതെന്നും തൃണമൂലിൻ്റെ ഭാവി സുദൃഢമാണെന്നും മമത പ്രഖ്യാപിച്ചിരിക്കുകയാണ്.